വീട്ടിലെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും മികച്ചൊരു പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സുകന്യ സമൃദ്ധി യോജന. 2026 ഏപ്രിൽ മാസത്തെ പുതിയ കണക്കുകൾ പ്രകാരം ഈ പദ്ധതിയിൽ ചേർന്നാൽ നിങ്ങളുടെ മക്കൾക്ക് 70 ലക്ഷം രൂപ വരെ കിട്ടും. ഇത് വെറും വാക്കല്ല, കൃത്യമായ കണക്കുകൾ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ചിട്ടിയിലോ ബാങ്ക് എഫ്ഡിയിലോ പൈസ ഇടുന്നതിനേക്കാൾ ലാഭം ഇതിലുണ്ടോ എന്ന്. ഉണ്ട് എന്നതാണ് ഉത്തരം. കാരണം 2026 ഏപ്രിൽ ജൂൺ പാദത്തിലും ഈ പദ്ധതിക്ക് സർക്കാർ നൽകുന്നത് 8.2% പലിശയാണ്. ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ പലിശ കിട്ടുന്ന, അതും കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന മറ്റൊരു സുരക്ഷിത പദ്ധതി നിലവിലില്ലെന്ന് തന്നെ പറയാം. ആദ്യം തന്നെ ഈ പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മകൾക്ക് 10 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഈ അക്കൗണ്ട് തുടങ്ങണം. ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾക്ക് വരെ അക്കൗണ്ട് എടുക്കാം. ഇരട്ട കുട്ടികളോ 3 കുട്ടികളോ ഒന്നിച്ച് ജനിച്ചവർക്ക് പ്രത്യേക അനുമതിയോടെ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പ്രധാനപ്പെട്ട ബാങ്കുകളിലോ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് 70 ലക്ഷം രൂപ കിട്ടുന്നത്? ഞാൻ പറയുന്ന കണക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സുകന്യ സമൃദ്ധി പദ്ധതിയിൽ ഒരു വർഷം പരമാവധി 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുക. അതായത് ഒരു മാസം 12,500 രൂപ. 15 വർഷമാണ് നമ്മൾ പണം അടയ്ക്കേണ്ടത്. 21 വർഷം തികയുമ്പോൾ അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. നിലവിലെ 8.2% പലിശ നിരക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാ വർഷവും കൃത്യമായി 1.5 ലക്ഷം രൂപ വീതം 15 വർഷം അടച്ചാൽ 21ാം വർഷം നിങ്ങളുടെ മകളുടെ കയ്യിൽ ഏകദേശം 70 ലക്ഷം രൂപ എത്തും. നിങ്ങൾ ആകെ അടയ്ക്കുന്നത് 22.5 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുക മുഴുവൻ പലിശയും പലിശയുടെ പലിശയുമായിട്ടാണ് വരുന്നത്. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ തുക അടയ്ക്കാനില്ലാത്തവർ വിഷമിക്കേണ്ട. വർഷം വെറും 250 രൂപ അടച്ചും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാം. മാസം 1000 രൂപയാണ് നിങ്ങൾ മാറ്റിവെക്കുന്നതെങ്കിൽ പോലും കാലാവധി എത്തുമ്പോൾ ഏകദേശം 5.5 ലക്ഷം രൂപ മകൾക്ക് ലഭിക്കും. ഇത് പെൺകുട്ടിയുടെ പഠനത്തിനോ മുൻപോട്ടുള്ള ജീവിതത്തിനോ വലിയ സഹായകമാകും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നികുതി ഇളവാണ്. നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്കും വർഷാവർഷം കിട്ടുന്ന പലിശയ്ക്കും അവസാനം തിരികെ കിട്ടുന്ന വലിയ തുകയ്ക്കും 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇത് പൂർണ്ണമായി നികുതി രഹിതമാണ്. ഇപ്പോൾ മനസ്സിൽ വരുന്നത് മറ്റൊരു ചോദ്യമായിരിക്കും, ഇടയ്ക്ക് വെച്ച് പണം വേണമെങ്കിൽ എന്ത് ചെയ്യും എന്ന്. മകൾക്ക് 18 വയസ്സ് തികയുമ്പോഴോ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴോ ഉന്നത പഠനത്തിനായി അക്കൗണ്ടിലുള്ള തുകയുടെ 50% വരെ പിൻവലിക്കാൻ സാധിക്കും. വിവാഹ ആവശ്യത്തിനാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും അനുവാദമുണ്ട്. അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ രേഖകൾ വേണം എന്നാണ് ഇനി പറയുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നിവയാണ് പ്രധാനം. 2026 നിയമങ്ങൾ പ്രകാരം പാൻ കാർഡും ആധാർ നമ്പറും നിർബന്ധമാണ്. ഈ പദ്ധതിയിൽ പണം അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില തെറ്റുകൾ കൂടി ഞാൻ പറഞ്ഞുതരാം. പലരും ചോദിക്കും, മാസം തന്നെ തുക അടയ്ക്കണോ എന്ന്. നിർബന്ധമില്ല. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏപ്രിൽ 5ാം തീയതിക്ക് മുമ്പ് ആ വർഷത്തെ തുക അടയ്ക്കുകയാണെങ്കിൽ ആ മാസം മുതലുള്ള പലിശ കിട്ടും. വൈകി അടച്ചാൽ ആ മാസത്തെ പലിശ നഷ്ടമാകും. അതുപോലെ വർഷം 250 രൂപ മിനിമം അടച്ചില്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകും. 50 രൂപ പിഴയടച്ച് മാത്രമേ അത് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, മകൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം മകൾക്ക് തന്നെ കൈമാറണം. അതുവരെ രക്ഷിതാവിനാണ് ഇതിന്റെ ചുമതല. 21 വർഷം കഴിഞ്ഞാൽ പണം പിൻവലിക്കാൻ വൈകരുത്. കാരണം കാലാവധിക്ക് ശേഷം ഇതിന് പലിശ ലഭിക്കില്ല. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും ഇത്. സ്വർണത്തിലോ ഭൂമിയിലോ പണം ഇടുന്നതിനേക്കാൾ സുരക്ഷിതമായി സർക്കാർ ഉറപ്പോടെ നല്ലൊരു തുക മകളുടെ കയ്യിൽ കിട്ടാൻ സുകന്യ സമൃദ്ധി യോജന സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഓരോ അക്കൗണ്ട് തുടങ്ങുമ്പോഴും നിലവിലെ പലിശ നിരക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കുക. കാരണം പലിശ നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്.